നമസ്കാരം. കുഞ്ഞു വീടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്ന് മൈ ബെറ്റർ ഹോമിലൂടെ കാണിക്കുന്നത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടെ പണി കഴിപ്പിച്ചിട്ടുള്ള അയന്ന എന്ന് പറയുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ്. അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ A to Z വിശേഷങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ ഒരു വീട് നിലനിൽക്കുന്നത്. വളരെ ചെറിയൊരു പ്ലോട്ടാണ് ഇവിടെ വീടിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. 6.5 സെൻറ്റ് സ്ഥലത്താണ് ഇത്രയും മനോഹരമായിട്ടുള്ള വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അയന്ന എന്നാണ് വീടിന് പേര് വച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് ഗേറ്റിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ട് വാൾ ഡിസൈനാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. GI പൈപ്പും പ്ലാസ്റ്ററിങ് വർക്കുകളും കോമ്പിനേഷനായിട്ട് നൽകിയിട്ടാണ് ഈ ഒരു കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നത്. ഒരു ബ്ലൂ ടച്ച് വരുന്ന പെയിൻറ്റിങ് കോമ്പൗണ്ട് വാളിന് നൽകിയിട്ടുണ്ട്. ഗേറ്റിലേക്ക് വരുന്ന സമയത്ത് സ്ലൈഡിങ് ഗേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന് പുറത്തോട്ട് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഗേറ്റിൻ്റെ ട്രാക്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. HPL ഷീറ്റും GI പൈപ്പുകളും കോമ്പിനേഷനായിട്ട് നൽകിയിട്ടാണ് കോമ്പൗണ്ട് ഗേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് കാർപോർച്ച് സ്പേസിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. കാർപോർച്ചിന് റൂഫിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഗ്ലാസ് റൂഫിംഗ് ആണ്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. GI ഫ്രെയിമിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. ആ ഫ്രെയിമിങ്ങിൻ്റെ പാറ്റേണിൽ പോലും ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർക്കിടെക്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. 6.5 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റ് വീട് ഉൾക്കൊള്ളിക്കുക എന്നതായിരുന്നില്ല ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച്. ഇവിടുത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ ഈ പ്ലോട്ടിൻ്റെ ഷേപ്പ് ഒരു ഇറഗുലർ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനനുസരിച്ച് ഈ വീട്ടിലെ ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടേറിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ. വീടിൻ്റെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഭംഗിയായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ആർക്കിടെക്റ്റുകൾ ആരാണ് എന്നുള്ളത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഫസാഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ സൂപ്പർവിഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ടാവും. വീഡിയോൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഈ വീടിൻ്റെ A to Z കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ മുറ്റത്തൊക്കെ വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ മുറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. കടപ്പ സ്റ്റോണാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കലാത്തിയ പ്ലാന്റുകൾ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അതിനോട് ചേർന്നിട്ട് ഒരു ബേ വിൻഡോ സിസ്റ്റം നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിൽ ഭംഗി നൽകുന്നതിൽ ഈ ഒരു ബേ വിൻഡോ സിസ്റ്റവും ഇതിൽ നൽകിയിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റിങ്ങും ഇതിൽ നൽകിയിരിക്കുന്ന ഗ്രിൽ പാറ്റേൺസും ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു ന്യൂട്രൽ കളർ കോമ്പിനേഷനാണ് വീടിൻ്റെ എലവേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആർക്കിടെക്ട്സുകൾ നൽകിയിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് സ്റ്റെപ്പുകളുടെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് വീതി കൂടിയ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ സ്റ്റെപ്പ് വരുന്നു. അതിനുശേഷം നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾക്ക് ടൈലാണ് നൽകിയിരിക്കുന്നത്. ലെപ്പോത്ര ഫിനിഷിൽ വരുന്ന 15 mm തിക്നെസ് വരുന്ന കിച്ചൺ സ്ലാബ് സൈസിൽ വരുന്ന ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെപ്പുകളൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നേരെ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ നൽകിയിരിക്കുന്നു. വീതി പറയുകയാണെങ്കിൽ 1.80 ഇവിടെ വീതി നൽകിയിരിക്കുന്നത്. നീളം പറയുകയാണെങ്കിൽ 3.30 ഇവിടെ നീളം നൽകിയിരിക്കുന്നത്. 2 ചെയറുകൾ സിറ്റ് ഔട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. UPVC വിൻഡോസ് ആണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ സൈഡിലെല്ലാം നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് വിൻഡോയ്ക്കകത്ത് നൽകിയിരിക്കുന്ന ഗ്രിൽ പാറ്റേൺ മനോഹരമായിട്ട് GI പൈപ്പിൽ സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഡോറാണ് ഈ വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹവായി സ്റ്റീൽ ഡോർസ് ഇറക്കുന്ന മോഡലാണ് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കാണാൻ സാധിക്കുക. ഹവായിയുടെ മുഴുവൻ സ്റ്റീൽ ഡോറുകളുടെ ഡീറ്റെയിൽസും നമ്മളുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അവരുടെ സ്റ്റോറിൽ നമ്മൾ മുന്നേ ഒരു വ്ലോഗ് ചെയ്തിരുന്നു. ഈ ഒരു ഡോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതേപോലെ നമ്പർ പാസ്വേഡും അവൈലബിൾ ആവുന്ന രീതിയിൽ ഡിജിറ്റൽ ലോക്ക് വരുന്ന ഒരു ഡോറാണ് ഈ വീടിന് ഫ്രണ്ട് ഡോറായിട്ട് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ളതായിരിക്കും നമ്മളെല്ലാവരും ക്യൂരിയോസിറ്റിയോടുകൂടെ നോക്കി നിൽക്കുന്നത്.
നമുക്ക് ഇൻറ്റീരിയർ പാർട്ടിലേക്കൊന്ന് പോവാം. ഹലോ, ചെറിയൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഡിസൈൻ മേഖലയിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് സിവിൽ എഞ്ചിനീയറാണ് ഞാൻ. ഇൻറ്റീരിയർ ഡിസൈൻ, സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ മേഖലയിൽ ഒരു ബിഗിനറായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ മേഖലയിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സ്, കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സ്, ഷോപ്പ് ഡ്രോയിങ്സ്, ബിഗ് ഡ്രോയിങ്സ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പച്ച മലയാളത്തിൽ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. കോഴ്സിൻ്റെ സാമ്പിൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡെമോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ച് നൽകുന്നതായിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് കോഴ്സിൻ്റെയൊക്കെ സിലബസുകൾ കാണാനും നിങ്ങൾക്ക് സാധിക്കും. വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത ഒരു വീടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമൊന്നും ആയിരിക്കില്ല, പക്ഷെ വളരെ ഭംഗിയായിട്ട് ഓരോ ഭാഗവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വീടിനകത്തേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ എത്തുന്ന ഭാഗം വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. ഈ ഒരു സ്പേസിൻ്റെ നീളവും വീതിയും പറയുകയാണെങ്കിൽ 360 ഇവിടെ നീളം വരുന്നത്, 280 മാത്രമാണ് ഇവിടെ വീതി വരുന്നത്. അതിൽ ഒരു കോർണർ സോഫ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് മൈക്ക ലാമിനേഷൻ ആണ്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ചാർക്കോൾ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലൂവർ ഡിസൈനുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. വെറൈറ്റി ആയിട്ട് മാറ്റ് ഫിനിഷിൽ, ഒരു സ്റ്റോൺ ഫിനിഷിൽ വരുന്ന രീതിയിലാണ് ആ ഒരു ചാർക്കോൾ പാനൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അടിയിൽ വലിയൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വുഡൻ കോമ്പിനേഷൻ ആണ് അതിൽ നൽകിയിട്ടുള്ളത്. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ടോട്ടൽ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റിൻ്റെ കളർ കോമ്പിനേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ റോമൻ ബ്ലൈൻഡുകളാണ് കർട്ടൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വാൾ പിക്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ഹാൻഡ് ഡ്രോയിങ് ചെയ്തിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ GI പൈപ്പ് ഉപയോഗിച്ചിട്ട് ഒരു നിഷ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗത്ത് 2 നാച്ചുറൽ പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വീടിനൊരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീടും പ്ലാൻ ചെയ്യുന്ന സമയത്ത് കോർട്ട്യാർഡ് സ്പേസ് വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സ്ഥല പരിമിതി ഉള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ ആ കോർട്ട്യാർഡ് സ്പേസ് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു തടസ്സവും വെച്ചിട്ടില്ല. കോർട്ട്യാർഡ് സ്പേസ് വേണം എന്ന് ഓണേഴ്സ് പറഞ്ഞപ്പോൾ ആ കോർട്ട്യാർഡ് സ്പേസ് ആർക്കിടെക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലസ് അതിനോടൊപ്പം അവരുടെ പ്രെയർ യൂണിറ്റ് കോർട്ട്യാർഡ് സ്പേസിലേക്ക് അവർ ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്പേസിനെ സംബന്ധിച്ചിടത്തോളം മുകളിൽ നിന്ന് ധാരാളമായിട്ട് നാച്ചുറൽ ലൈറ്റ് വരുന്നുണ്ട്. കാരണം ഈ ഒരു ഭാഗത്ത് റൂഫ് ചെയ്ത സമയത്ത് അവിടെ ഗ്ലാസ് റൂഫാണ് നൽകിയിരിക്കുന്നത്. അതിന് ഗ്രില്ല് നൽകിയിട്ടുണ്ട്. ആ ഒരു നാച്ചുറൽ ലൈറ്റ് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഫീല് ഈ ഒരു സ്പേസിൽ കൊണ്ടുവരാൻ അത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. WPC ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രെയർ യൂണിറ്റിൻ്റെ ഈ ഭാഗത്ത് വുഡൻ ലൂവേഴ്സ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. അതിന് ബ്ലാക്ക് ലാമിനേറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു സീറ്റിംഗ് സ്പേസ് നൽകിയിരിക്കുന്നു. വുഡൻ ലാമിനേഷനാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. കടപ്പ സ്റ്റോൺ ആണ് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിൻ്റെ ഫ്ലോറിങ്ങിൽ നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന പെബിൾസ് ഇതിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു പാസേജ് സ്പേസ് നൽകിയിരിക്കുന്നു. പാസേജ് സ്പേസിൻ്റെ ഭാഗത്ത് ഫ്ലോറിങ്ങിന് നൽകിയിരിക്കുന്നത് വുഡൻ ടൈലാണ്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം വിട്രിഫൈഡ് മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാനലിങ് ചെയ്ത് ഭംഗിയാക്കിയിട്ട് ആ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഈ ഒരു ഷെൽഫിനും യൂസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫോട്ടോ കൊലാബുകളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാസേജ് സ്പേസ് നേരെ കയറി വരുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ വീട്ടിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 5.50 ഇവിടെ നീളം വരുന്നത്, 3 മീറ്റർ ആണ് ഇവിടെ വീതി വരുന്നത്. ഡൈനിങ് ടേബിൾ പൂർണ്ണമായിട്ടും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. GI പൈപ്പ് കൊണ്ട് ഇതിൻ്റെ ലെഗ് നൽകി, മുകളിൽ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് നൽകി, അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് നൽകിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബെഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന സമയത്ത് 3 പേർക്കല്ലേ ഇരിക്കാവുന്നു. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ 5 പേർക്കും 6 പേർക്കും, കുട്ടികളുണ്ടെങ്കിൽ അതിലേറെ പേർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സൗകര്യത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു
ഹാങ്ങിങ് ലൈറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു വാൾ പിക്ചർ നൽകിയിരിക്കുന്നു. ഇതും ഹാൻഡ് ഡ്രോൺ ആയിട്ട് വരച്ചിരിക്കുന്ന വാൾ പിക്ചറാണ്. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതേപോലെ ഒരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റ് നൽകാൻ വേണ്ടിയിട്ട് ഭിത്തി കട്ട് ചെയ്തിട്ടല്ല ഇവിടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, പകരം ഇവിടെ ഒരു ബോർഡർ നൽകിയിട്ട് ആ ബോർഡറിനകത്താണ് പ്രൊഫൈൽ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിനൊരു എക്സ്റ്റീരിയർ പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് അത് നൽകിയിരിക്കുന്നത്. കേർട്ടൻസിൻ്റെ ഡിസൈനിലേക്ക് പറയുകയാണെങ്കിൽ ഡബിൾ ട്രാക്ക് കേർട്ടൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ഷിയർ കേർട്ടൻ നൽകിയിരിക്കുന്നു, ഒരു ബ്ലാക്ക് ഔട്ട് കേർട്ടനും നൽകിയിരിക്കുന്നു. പാറ്റിയോ സ്പേസ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ UPVC സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ സ്ലൈഡിംഗ് ഡോറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാറ്റിയോ സ്പേസിലേക്ക് കടക്കാൻ സാധിക്കും. ചെറിയ സ്പേസ് ആണെങ്കിൽ മനോഹരമായിട്ട് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എക്സ്റ്റീരിയർ പാറ്റിയോ ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്ലാന്റ്സുകൾ നൽകിയിരിക്കുന്നു, നാച്ചുറൽ പ്ലാന്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഗ്രില്ലുകൾ നൽകിയിട്ട് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 2 ഹാങ്ങിങ് ലൈറ്റുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കലാത്തിയ പ്ലാന്റുകളാണ് ഈ ഭാഗത്തെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ തിരികെ നമ്മൾ വീടിനകത്തേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട് ഈ ഒരു വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഫ്ലോറൽ ഡിസൈൻസ് ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കൊരു വാൾപേപ്പർ ഒട്ടിച്ചതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലാണ് ടൈല്. ഇതേപോലത്തെ ഫ്ലോറൽ ടൈലുകൾ ഇപ്പോൾ ഒത്തിരി ഡിസൈനിൽ ഇറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പാറ്റേൺ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സർക്കുലർ ഷേപ്പിലുള്ള മിററാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നുണ്ട്. വാഷ് ബേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന സെറയുടെ വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണിത്. കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത് ടൈല് യൂസ് ചെയ്തിട്ടാണ്. ടൈല് ഡബിൾ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ തിക്നെസ് വർദ്ധിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ വാനിറ്റി കൗണ്ടേഴ്സ് എല്ലാം ബ്ലാക്ക് കളർ ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലെ കിച്ചൺ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊരു വീട്ടുകാരിയുടെയും സ്വപ്നമായിരിക്കും ഡൈനിങ് സ്പേസിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരു ഓപ്പൺ കൗണ്ടറൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ. ആ ഒരു രീതിയിൽ തന്നെ ഈ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു ലേഔട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം. കിച്ചൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.30 ഇവിടെ നീളം വരുന്നത്, 2.70 മാത്രമാണ് ഇവിടെ വീതി വരുന്നത്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്ത് തരാം. ഈ ഭാഗത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുകയാണ്. അതിനോട് ചേർന്ന് ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹൈ ചെയർ നൽകിയിട്ടുണ്ട്. നേരെ നമ്മൾ കിച്ചൺ അകത്തേക്ക് വരികയാണെങ്കിൽ റെഫ്രിജറേറ്റർ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഈ വീടിൻ്റെ സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിംഗ് ട്രയാങ്കിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് ടൈലാണ്. ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്ലോസി ഫിനിഷിലോട് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ആയിട്ട് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ തിക്നെസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. WPC യൂസ് ചെയ്തിട്ടാണ് കിച്ചൺ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിൽ വുഡൻ ലാമിനേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റിലേക്ക് വരുന്ന സമയത്ത് WPC തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അക്രിലിക് ലാമിനേറ്റ് ആണ് അപ്പർ ക്യാബിനറ്റുകൾക്ക് നൽകിയിട്ടുള്ളത്. ഹുഡ് ആൻഡ് ഹോബ് എല്ലാം ഫാബർ എന്ന് പറയുന്ന കമ്പനിയുടേതാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ കിച്ചന് പുറമെ ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞൊരു സ്പേസ് ആണ്. സാധനങ്ങളൊക്കെ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു സ്പേസിലേക്ക് കടക്കുന്നില്ല. ഇനി നമ്മൾ ഇവിടുത്തെ ബെഡ്റൂമുകൾ ഓരോന്നും എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം 1 by 1 ആയിട്ട് കാണാം. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. റൂം ഡോറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ ഡോർസ് ആണ് റൂം ഡോറായിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് കളർ ബീഡിങ് നൽകിയിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഡോറ് മേടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചെറിയ രീതിയിൽ കാർപ്പൻട്രി വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ് ചെയ്തിരിക്കുന്നു. ഡോർ ഫ്രെയിം നൽകിയിരിക്കുന്നത് സ്റ്റീൽ ഡോർ ഫ്രെയിമാണ്. എല്ലാ റൂമുകൾക്കും ഇവിടെ സ്റ്റീൽ ഡോർ ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂമിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂം ഡിസൈനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റൂമിൻ്റെ സ്പേസ് ആണ് എടുത്ത് പറയേണ്ടത്. 3 മീറ്റർ മാത്രമാണ് ഇവിടെ റൂമിന് വീതിയുള്ളത്. 3.60 ഇവിടെ നീളത്. അതായത് 10-12 സൈസിലാണ് ഈ ബെഡ്റൂമുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് വന്നു. കോട്ട് കംപ്ലീറ്റ് ആയിട്ട് റെക്സിൻ കവേർഡ് ആയിട്ട് വരുന്നൊരു കോട്ടാണ് ചെയ്തിരിക്കുന്നത്. 10 ഇഞ്ച് വരുന്ന ഒരു മാട്രസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല കംഫർട്ട് വരുന്ന മാട്രസ്
ആണ്. 2 സൈഡ് ടേബിളുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വൈറ്റ് പ്ലസ് വുഡൻ കോമ്പിനേഷനിലാണ് ആ സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് 2 വാൾ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 2 ലൈറ്റുകൾ പെയർ ആയിട്ട് വരുന്നൊരു ഹാങ്ങിങ് ലൈറ്റ് യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു വാർഡ്രോബ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 3 ഡോറ് വരുന്ന വാർഡ്രോബ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു, ഒരു ചെയർ നൽകിയിരിക്കുന്നു, മുകൾ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ചെറിയ ബെഡ്റൂം ആണെങ്കിലും ഈ ബെഡ്റൂമിന് അത്യാവശ്യം നല്ല സൗകര്യം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറയട്ടെ. അത് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്ന ബേ വിൻഡോയാണ്. ഈ ഭാഗത്ത് ബേ വിൻഡോ നൽകിയിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് നല്ല തൈ സപ്പോർട്ടോടുകൂടെ വീതിയുള്ളൊരു ബേ വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ എലവേഷനിൽ നമ്മൾ കാണുന്ന ആ ഒരു ഭാഗം ഈ ഒരു ബേ വിൻഡോ വരുന്ന ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലൈറ്റ് വീടിനകത്തേക്ക് പാസ് ചെയ്യാൻ ഈ ഒരു ഭാഗം സഹായിക്കുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കർട്ടൻസ് ഷിയർ കർട്ടൻസ് ആണ്. എന്ന് വെച്ചാൽ ലൈറ്റ് പാസ് ചെയ്യുന്ന തരത്തിലുള്ള കർട്ടൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയൊരു മിറർ നൽകിയിരിക്കുന്നു. മിററിൻ്റെ ബാക്ക് സൈഡിലാണ് ലൈറ്റ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ഒരു ടോയ്ലറ്റ് ആണ് മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമാണ്. വാഷ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് 2 ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കിഡ്സ് ബെഡ്റൂമിൻ്റെ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും സൈസ് കുറവാണ് ഈ ഒരു ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. 3.30 ഇവിടെ നീളം വരുന്നത്. 3 മീറ്ററാണ് ഇവിടെ വീതി വരുന്നത്. അതിലൊരു കിങ് സൈസിൽ വരുന്ന ബെഡ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ് പണിതിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹെഡ് ബോർഡിൻ്റെ ഭാഗത്ത് പെയിൻറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കിഡ്സ് ബെഡ്റൂമിൻ്റെ തീമിൽ വരുന്ന പെയിൻറ്റിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിനും ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇരിക്കാനുള്ള സ്പേസ് നല്ല രീതിയിൽ ഈ ബെഡ്റൂമിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. വിൻഡോയിൽ നിന്ന് ലൈറ്റും ഇവിടെ വരുന്നു. ഒരു പ്രൊഫൈൽ ലൈറ്റ് ഈ ഒരു പാനലിങ്ങിനകത്ത് നൽകിയത് കൊണ്ട് ഈ ഒരു സ്പേസിന് നല്ലൊരു ആംബിയൻസും ലഭിക്കുന്നുണ്ട്. ഈ ഒരു റൂമിലെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. 2 ഡോറ് വരുന്ന വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു മിറർ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂം സ്പേസ് ഇപ്പോൾ ഒരു റീക്രിയേഷണൽ ഏരിയ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ലിവിങ് സ്പേസ് പോലെ എന്ന് പറയാം. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ TV കാണാനും കുറച്ച് കഴിഞ്ഞൊരു ഹോം തിയേറ്റർ സെറ്റപ്പിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും വരുന്ന രീതിയിൽ 10x10 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു ലോഞ്ചർ സോഫ ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവിടുത്തെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു സോഫയാണ്. ആ ഒരു ലോഞ്ചർ സോഫയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് TV കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഹോം തിയേറ്ററും ബൂഫർ സിസ്റ്റം ഒക്കെ ഇവിടെ വരാനുണ്ട്. എന്നാൽ പിന്നീട് ഇതൊരു ബെഡ്റൂം ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. എൻ്റെ പുറകു ഭാഗത്ത് ഇതേപോലെ ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ മുറികളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഗസ്റ്റായിട്ട് നമ്മൾ വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട രീതിയിലാണ് വീടിൻ്റെ ഇൻറ്റീരിയർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഹൗസ് ഓണേഴ്സ് ഇതിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അവർക്ക് ഇതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഹൗസ് ഓണേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഈ വീടിൻ്റെ ഹൗസ് ഓണർ രാജീവേട്ടൻ നമ്മളൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ചോദിക്കാം. രാജീവേട്ടൻ നമസ്കാരം. നമസ്കാരം. വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എത്ര സമയമായി? ഇപ്പോൾ 2 മാസം. 2 മാസം. ഇപ്പോൾ ഈ വീട് പണിതിരിക്കുന്ന ആളുകളെല്ലാം തൃശ്ശൂരുകാരാണ്. എങ്ങനെയാണ് എറണാകുളത്തുള്ള ഈ വീടിൻ്റെ ആളുകളായ നിങ്ങൾ തൃശ്ശൂരുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത്? നമ്മൾ ശരിക്കും ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ നമുക്കൊരു
സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ കിട്ടിയില്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ബൈ ചാൻസിൽ കാണുന്നത് മൈ ബെറ്റർ ഹോമിൻ്റെ ഒരു ചാനലിൽ നമ്മൾ ഈ അവരുടെ ഒരു വീഡിയോ കണ്ടു. നമ്മുടെ ചാനലിൽ തന്നെ. അതെ അതെ അതെ, തൃശ്ശൂർ തന്നെയാണ്. നിങ്ങൾ ഒരു സിംഗിൾ ഫ്ലോ ഇതിനു മുമ്പ് ഞങ്ങൾ അത് ഫീച്ചർ ചെയ്തു. ഓക്കെ, അത് കണ്ട് നമ്മൾ ഉടനെ തന്നെ അതിൽ നമ്പർ എടുത്ത് ഇവർ കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ വന്ന് നമ്മളെ വിസിറ്റ് ചെയ്തു, നമ്മുടെ പ്ലോട്ട് കണ്ടു. ഇതിനൊരു പ്ലോട്ടിനൊരു വിഷയമുണ്ട്, ലൈൻ പ്ലോട്ട് ആയിരുന്നു. അതായിരുന്നു മൊത്തത്തിലൊരു ഇതിനു മുമ്പ് വന്ന ആർക്കിടെക്ട്സിൻ്റെ ഒക്കെ ഒരു വലിയൊരു ചാലഞ്ചിങ് ആയിരുന്നു. അതായത് കറക്റ്റ് ഒരു റെക്ടാങ്കിൾ 4 വശങ്ങളുള്ള പ്ലോട്ടല്ല, ഇതിന് ഏകദേശം ഒരു 8-7 വശങ്ങളുള്ള വളരെ ചെറിയൊരു പ്ലോട്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ കട്ടിങ് വരുന്ന ഒരു പ്ലോട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരുന്നത് ഇതിനു മുമ്പ്. പക്ഷേ 1 വീക്കിനുള്ളിൽ ഇവർ നമുക്ക് പ്ലാൻ തന്നു. ഇവരെ കോൺടാക്ട് ചെയ്തതിന് ഇവരെ കോൺടാക്ട് ചെയ്ത് അവർ വന്ന് വിത്തിൻ 1 വീക്ക് നമുക്ക് പ്ലാൻ കിട്ടി. ആ പ്ലാൻ നിങ്ങൾ വിചാരിച്ച രീതിയിലായിരുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അതിലുണ്ടായിരുന്നു. ഒറ്റത്തവണ നമ്മളൊരു മീറ്റിംഗ് നടത്തിയുള്ളവരുമായിട്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പ്ലാനിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇനി പ്ലാന് ഫിക്സ് ആയി കഴിഞ്ഞാൽ അതേ പ്ലാന് പോലെ നമ്മളിത് പണിതത് ഫിനിഷ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. ആ സമയത്ത് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നിങ്ങൾ അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് പറയാം? ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ. എന്ന് വെച്ചാൽ നമ്മൾ ടൈമിലി എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തന്നു. ഓക്കെ, ജസ്റ്റ് അപ്പം നമ്മൾ സൈറ്റിൽ വരേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ജസ്റ്റ് ഫോണിലൂടെയാണ് ഇവരുമായിട്ട് മൊത്തം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അവരുടെ ടീം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ടീം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അവർ റൂം എടുത്ത് താമസിച്ച് പണിക്കാരാണേലും തൃശ്ശൂരിൽ നിന്നുള്ള ലേബേഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടീമായിട്ട് വന്ന് അവർ ഇവിടെ താമസിച്ച് വെച്ച് തന്ന വീടാണിത്. അപ്പോൾ അതിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ലോക്കലായിട്ട് ഒരാളെയും വിളിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം അവർ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. അത് ശരി. ഓക്കെ, എന്തായാലും ഈ വീഡിയോ എടുക്കാനുള്ളൊരു അവസരം തന്നതിന് നന്ദി. താങ്ക് യു. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്കടുത്ത് ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ഭാഗത്താണ് ഈ ഒരു വീട് വരുന്നത്. വീടിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ട് ഓഫീസ് വരുന്ന ഫസാഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവരുടെ വർക്കുകൾ മുമ്പും മൈ ബെറ്റർ ഹോം ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ നല്ല ഭംഗിയോടുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ചെയ്യുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ് ഫസാഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അവരുടെ ചീഫ് ഡിസൈനറായിട്ട് പ്രവർത്തിക്കുന്നത് ഗോകുലും അവരുടെ ചീഫ് എഞ്ചിനീയറായിട്ട് പ്രവർത്തിക്കുന്നത് രാഹുലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ടീമുമാണ് ഇതേപോലൊരു വീടിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അവരുടെ സർവീസുകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ, സൂപ്പർവിഷൻ, കോൺട്രാക്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അവരെ ബന്ധപ്പെടാവുന്നതാണ്. വീടിൻ്റെ പ്ലാനിങ്, കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ അവരെ ബന്ധപ്പെടാവുന്നതാണ്. ഓൾ കേരള അവരുടെ സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൾ കേരള അവരുടെ സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. മുമ്പ് നമ്മൾ പ്രൊജക്റ്റുകൾ ഫീച്ചർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലായിരുന്നു. അങ്ങനെ നിങ്ങളുടെ സ്ഥലം ഏതാണ് എന്നുള്ളത് വിഷയമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ, ഈ ഒരു പാറ്റേൺ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോട്ട് എടുക്കാവുന്ന നല്ലൊരു ആർക്കിടെക്ചറൽ സ്ഥാപനമാണ് ഫസാഡ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. അവരുടെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണുമെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ അതിനോടൊപ്പം മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്കുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരുടെ ഓഫീസ് ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം നിങ്ങൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നിന്നും ഡിസ്ക്രിപ്ഷനിൽ നിന്നും കാണാൻ സാധിക്കും. വീടിൻ്റെ എക്സ്പെൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വെക്കാൻ പോകുന്ന വീടിൻ്റെ കോട്ടിനെ കുറിച്ചോ ഉള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് മൈ ബെറ്റർ ഹോം ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീട് വെക്കുന്ന എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന നല്ല വീടുകളുടെ കണ്ടന്റുകളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ